ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് കാണിക്കുന്നത്. പീകോക്കിൻ്റെ ഫെതേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ബോട്ടിൽ ആർട്ട്. കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിളാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിവിടെ ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിതിന് പകരം പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊക്കെ യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഞാനിവിടെ സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഗോൾഡൻ കളർ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. സ്പ്രേ പെയിൻറ്റ് തന്നെ വേണമെന്നില്ല, സാധാരണ നമ്മൾ ബോട്ടിൽ വരുന്ന ആക്രിലിക് കളർ പെയിൻറ്റ് ഗ്ലിറ്റർ ഉള്ളതോ ഇല്ലാത്തതോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതെങ്കിലും ഒരു കളർ യൂസ് ചെയ്താലും മതി. ഞാനിവിടെ ഗോൾഡൻ അടിച്ച് നോക്കാമെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാണ്. അപ്പോൾ നന്നായി പെയിൻറ്റ് അടിച്ചിട്ടൊന്ന് ഡ്രൈ ആക്കി വെക്കുക. അതിനുശേഷം നമ്മൾ പീകോക്കിൻ്റെ ഫെതേഴ്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഞാൻ ആ ഫെദറിൻ്റെ ആ ഒരു ബാക്ക് സൈഡിൽ ഫെവിക്കോളാണ് അപ്ലൈ ചെയ്തത്. ഫെവിക്കോൾ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് ബോട്ടിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. പക്ഷേ ബോട്ടിൽ അത് പെട്ടെന്ന് അങ്ങനെ ഒട്ടുന്നില്ല. ഫെദറിന് കുറച്ചൊരു കട്ടിയുള്ള ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, ക്വില്ലൊക്കെ ഇല്ലേ, അതുകൊണ്ട് അപ്പം ഞാൻ ബോട്ടിൽ തന്നെ ഡയറക്റ്റായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫെദറിൻ്റെ ആ ഒരു നൈസായിട്ടുള്ള ആ ഒരു പാർട്ടില്ലേ, ആ ഫെദർ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. നമുക്ക് ഒട്ടാൻ കുറച്ച് പണിയുള്ളത് ആ ഒരു ഫെദറിൻ്റെ ഒരു ക്വില്ലുണ്ടാവുമല്ലോ, കുറച്ചൊരു ഫൈബർ പോലെയുള്ള ആ ഒരു സ്റ്റെമ്മ് ഒട്ടിക്കിട്ടാനാണ് പണി. അവിടെ കുറച്ച് സമയം ഒന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് പിടിച്ച് അമർത്തി വെച്ചാൽ മതി. നിങ്ങൾക്കിനി അങ്ങനെയല്ല ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടും വേണമെങ്കിൽ ഒട്ടിച്ചെടുക്കാം. ഞാനപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഫെതേഴ്സ് കുറേ ഉണ്ടായിരുന്നു. ഞാൻ മുമ്പ് ഒരിക്കലും ഒരു ഡ്രീം ക്യാച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു പീകോക്കിൻ്റെ ഫെദർ യൂസ് ചെയ്തിട്ട്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണണം കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഡ്രീം ക്യാച്ചറാണത്. ഒരു വെറൈറ്റി ആയിട്ടുള്ളതാണ്. സാധാരണ നമ്മൾ ഫെതേഴ്സ് യൂസ് ചെയ്തിട്ടല്ലേ ചെയ്യുന്നത്. പീകോക്കിൻ്റെ ഫെതേഴ്സ് ഉപയോഗിച്ചിട്ട് ഡ്രീം ക്യാച്ചർ അങ്ങനെ ചെയ്ത് കാണാറില്ല. അപ്പോൾ എന്നിട്ട് എനിക്ക് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അതാണ് ഞാനൊന്ന് ബോട്ടിലിൽ ഒട്ടിച്ച് നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാനും ബോട്ടിലിൽ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് വരുന്ന ആ ഒരു പാറ്റേണിലാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അവിടെയും കൂടെ ഒട്ടിക്കുകയാണ്. കുറച്ച് സമയം ആ ഒരു ഫെവിക്കോള് തേച്ചിട്ടൊന്ന് ആ ഒരു ഫെദറിൻ്റെ ആ ഒരു ടിപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം ഒന്ന് ഹോൾഡ് ചെയ്താൽ മതി. അപ്പോൾ അവിടെ ശരിക്കും തന്നെ ഒട്ടിക്കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 1-2 ഫെദർ മാത്രമേ ഉള്ളെങ്കിൽ അത്രയും ഒട്ടിച്ചാൽ മതി. അത് ഒട്ടിച്ചിട്ട് നല്ല ഭംഗിയായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒട്ടിച്ചെടുത്താൽ മതി. ഈ പീകോക്കിൻ്റെ ഫെദർ ഒട്ടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ താഴ്ഭാഗം ഒട്ടുന്നില്ലെങ്കിൽ കുറച്ച് അവിടെ കട്ട് ചെയ്തിട്ട് നൈസായിട്ടുള്ള ആ ഭാഗം ഒട്ടിച്ചെടുത്താലും മതി. ഞാനപ്പോൾ ഏകദേശം താഴ്ഭാഗവും 3 വെച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് ഇങ്ങനെ നമ്മൾ ബോട്ടിൽ ഈ വള്ളിയൊക്കെ ചുറ്റിപ്പോകുന്ന ആ ഒരു പാറ്റേണിലാണ് ചെയ്തെടുത്തത്. പീകോക്കിൻ്റെ ഫെതേഴ്സൊക്കെ ബോട്ടിൽ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇങ്ങനെ തന്നെ ചെയ്താലും മതി. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ പീകോക്ക് കളറ് പേൾ കളർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതിന് 25 റുപ്പീസാണ് ഈ ഒരു ബോട്ടിലിന് റേറ്റ്. സാധാരണ ടൈപ്പ് ആക്രിലിക് കളർ പെയിൻറ്റ് ഇത്രയുള്ള ഒരു ബോട്ടിലിന് 20 റുപ്പീസാണ്. പേൾ കളർ ആകുമ്പോഴാണ് 25 റുപ്പീസ് ആവുന്നത്. അപ്പോൾ ആ ഒരു കളർ യൂസ് ചെയ്തിട്ട് ഞാൻ ആ ഫെദറിൻ്റെ ആ ഒരു മേലെയൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഈ കളറല്ലേ വേറെ ഏതെങ്കിലും കളർ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ടച്ച് ചെയ്യാം. ഗോൾഡൻ കളറൊക്കെ വെച്ച് വേണം ടച്ച് ചെയ്യാം. അതല്ലെങ്കിൽ ടച്ച് ചെയ്യാതെയും കുഴപ്പമൊന്നുമില്ല. ആക്രിയൊക്കെ വിൽക്കുന്ന കട ഉണ്ടാവുമല്ലോ ഈ സ്ക്രാപ്സിൻ്റെ, അങ്ങനെയുള്ള ഷോപ്പിലും കിട്ടും. 10 രൂപയൊക്കെ കൊടുത്താൽ ഒരു ബോട്ടിൽ കിട്ടും. അപ്പം നമ്മളുടെ ആ ഒരു ഫെതേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള പീകോക്കിൻ്റെ ഫെതേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു പേൾ കളർ ടച്ചൊക്കെ കൊടുത്തപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഭംഗിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഫെതേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി പീകോക്കിൻ്റെ ഫെതേഴ്സ് ഇല്ലെങ്കിൽ സാധാരണ ഫെതേഴ്സ് യൂസ് ചെയ്താലും ചിലപ്പോൾ ഭംഗിയുണ്ടാവും. ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. നിങ്ങളെ കയ്യിൽ അങ്ങനെ ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഒരു വെറൈറ്റി ആയിട്ട് കിട്ടുമല്ലോ. എനിക്ക് ഈ ഫെതേഴ്സൊക്കെ കിട്ടിയത് എൻ്റെ മോളുടെ ഒരു ഉടുപ്പുണ്ടായിരുന്നു. നിറയെ ഫെതേഴ്സ് വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഉടുപ്പായിരുന്നു. അപ്പോൾ ആ ഒരു ഉടുപ്പ് ഇപ്പോൾ യൂസ് ചെയ്യാതായ സമയത്ത് അതിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. ഇനിയും കുറേ ഫെതേഴ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരണേ. ഒരുപാട് പേര് പെയിൻ്റൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കോഫി പൗഡർ മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. സിമ്പിളാണ്, നല്ല ഭംഗിയാണത് കാണാനും. അതുപോലെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഷൂ പോളിഷ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. പെയിൻറ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയക്കണേ.
ഇനി ടെസ്റ്റിമോണൽസ് ആണ്. ദിൽഫ അംജദ് അയച്ചു തന്നതാണ് പിസ്തയുടെ ഷെല്ല് യൂസ് ചെയ്തിട്ടുള്ള സ്ട്രോബെറിയുടെ ആ ഒരു ബോട്ടിൽ ആർട്ട്. നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഹന്ന സലാലുദ്ദീൻ അയച്ചു തന്നതാണ് മത്തൻ്റെ സീഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എറണാകുളത്തുള്ള ലുലുമോൾ അയച്ചു തന്നതാണ്. 13 വയസ്സുള്ള ഒരു മോള് ചെയ്തതാണ്. ടിഷ്യൂ പേപ്പർ മുളകിൻ്റെ തണ്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവർ ട്രൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ പിസ്തയുടെ ഷെല്ല് യൂസ് ചെയ്തിട്ടുള്ള ബോട്ടിലും മത്തൻ്റെ സീഡ് ഉപയോഗിച്ചിട്ടുള്ള ബോട്ടിൽ ആർട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല പെർഫെക്ഷൻ ഉണ്ട്, കാണാൻ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പെരിന്തൽമണ്ണയുള്ള അഖില ഉദിത ചെയ്തതാണ്. ടിഷ്യൂ പേപ്പറും അതുപോലെ മുളകിൻ്റെ തണ്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവർ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഐശ്വര്യ എസ് പ്രശാന്ത് അയച്ചെന്നത് മത്തൻ്റെ സീഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. നല്ല വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് പിക്ചേഴ്സൊക്കെ അയച്ചു തരിക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ഒരു പേജിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. പാം ക്രാഫ്റ്റ് തന്നെയാണ് ആ ഒരു പേര്. നിങ്ങളപ്പോൾ അതിൽ കയറിയിട്ട് അതിലേക്കാണ് ഫോട്ടോസൊക്കെ ഒന്ന് അയച്ചു തരേണ്ടത് കേട്ടോ. അതുപോലെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഒന്ന് എല്ലാവരും ഫോളോ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.